ചില പെർഫ്യൂമൊക്കെ അടിച്ച് ചിലർ വന്നാൽ വല്ലാത്തൊരു വസന്തം വരുന്നൊരവസ്ഥ ഉണ്ടാവും അല്ലേ? ചില ആൾക്കാരൊക്കെ അവരുടെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആ പെർഫ്യൂം അവരുടെ സുഗന്ധമായി മാറി നമ്മളതിനെ ഇതാക്കുകയും ചെയ്യുന്നുള്ളത്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും അറിയോ നമ്മുടെ ശരീരം ഇപ്പോൾ കസ്തൂരിമാൻ സുഗന്ധം ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞ പോലെ നമ്മുടെ ശരീരവും ചില സുഗന്ധം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മറ്റു മനുഷ്യരെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന സുഗന്ധം എന്ന് പറയുന്നത് അതിന് ഫെറോമോൺസ് എന്നാണ് പറയുക. കാമിതാക്കളോട് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ കാമിതാക്കൾ ആ സുഗന്ധത്തെക്കുറിച്ച് പാടുന്നുണ്ടാവാം. ഖലീൽ ജിബ്രാൻ്റെ കവിതകളിലൊക്കെ നമ്മൾ ആ ഫെറോമോൺസിൻ്റെ സുഗന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചത് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ഫെറോമോൺസ് നേച്ചുറലായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരം തന്നെ ഒരു ഫെറോമോൺസിൻ്റെ മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു സുഗന്ധത്തിൻ്റെ ഉൽപ്പാദന കേന്ദ്രമായി മാറിയ എന്തായിരിക്കും അവസ്ഥ? ഇതൊരു നമ്മുടെ വിയർപ്പ് ബേസ്ഡായി സ്വെറ്റ് ബേസ്ഡായിട്ടുള്ള ഒരു ആൻഡ്രോസ്റ്റെറോണാണ് ഈ ഫെറോമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിനെയും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ആൻഡ്രോസ്റ്റെറോൺ എന്ന് പറഞ്ഞാൽ. പിന്നെ DHT എന്ന് പറയുന്ന ലെവലും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മസ്കി സുഗന്ധം, ഒരു മസ്കിൻ്റെ സുഗന്ധം വരികയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഫെറോമോൺസ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവം നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്ത് നന്നായിട്ട് വിയർക്കുന്ന എക്സസൈസ് ചെയ്യുമ്പം ഈ സ്വെറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ഫെറോമോൺസും കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഒരു ബാഡ് സ്മെല്ലാണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അത്ര നന്നായിട്ട് പ്രോപ്പർ വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഒരു ഗുഡ് മസ്കി സ്മെല്ലാണ് വരുന്നെങ്കിൽ അത് ഫെറോമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പെണ്ണ് കാണാനൊക്കെ ഒരാൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഭാര്യയുടെ അടുത്തേക്ക് വീണ്ടും വരുന്നൊരു ദിവസമൊക്കെ ആണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് സ്വെറ്റൊക്കെ ചെയ്ത് പിന്നെ കുളിച്ചോ. എന്നിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫെറോമോൺ എൻ്റെ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മളെ ഹോർമോൺ ബാലൻസും അതിലൂടെ ഫെറോമോൺസിൻ്റെ ബാലൻസും നിലനിർത്താൻ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ നന്നായി ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നല്ല ഗട്ട് ബാക്ടീരിയ എന്ന് പറയും, നല്ല ബാക്ടീരിയകളുടെ ഒരു ആരോഗ്യം കൂടി മെച്ചപ്പെടുത്തുന്നുള്ളത്. ഈ നല്ല ബാക്ടീരിയ കൂടിയാൽ എന്താ ഗുണം? അതും നമ്മളുടെ ഈ അട്രാക്ഷൻ്റെ ഫെറോമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു നോർമലായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഇറച്ചിയൊക്കെ കഴിച്ചുകൊണ്ടുള്ളൊരു ഭക്ഷണം, ഓവറായിട്ടല്ല, അതും നിങ്ങളുടെ ശരീരത്തിൽ എന്താക്കും, ഈ ഒരു മസ്കി സ്മെല്ല് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അത് ഫെറോമോൺസിനെയും അട്രാക്ഷനെയും വർദ്ധിപ്പിക്കുന്നതാണ് പറയുന്നത്. പിന്നെ കൂടെ ഇങ്ങനെ ഇജാക്കുലേറ്റ് ചെയ്യുന്നത്, ഖനനം ചെയ്യുന്നത് എന്താക്കും, നിങ്ങളിൽ ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെയും DHT ലെവലിൻ്റെയും അളവ് കുറച്ച് കളയും. ഇത് അളവ് കുറഞ്ഞാൽ എന്താവും, ഫെറോമോൺസിൻ്റെ ഉൽപ്പാദനം കുറയും. അപ്പം എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഈ എന്താ പറയുക, സ്വയംഭോഗം അധികം ചെയ്യാതിരിക്കുക. സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്ഷൻ കുറയാണ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ജീവിതശൈലിയൊക്കെ അനുവർത്തിച്ചിട്ട് കസ്തൂരിമാനെ പോലെ സുഗന്ധം ഉൽപ്പാദിപ്പിച്ച ഒരു ശരീരമാക്കി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മാറ്റുക. ബൈ.